ഹായ് ഡിയർ അസോസിയേറ്റ്സ്, നമുക്ക് എങ്ങനെയാണ് സെൽഫ് ഫാമിംഗ് ചെയ്യുന്നത് എന്ന് ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, പേൾവെയിൻ ഇൻ്റർനാഷണൽ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 100 USDT ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 200 USDT ആണ് സിസ്റ്റം നൽകുക. 0.20 വെച്ചുകൊണ്ട് 1000 ദിവസം. റെഫറൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 1000 ദിവസം കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ, 100 USDT, 500 USDT, 1000 USDT, അത് പെട്ടെന്ന് തന്നെ 200% സിസ്റ്റം നമുക്ക് തിരിച്ചു നൽകും. അപ്പോൾ നമ്മൾ വീണ്ടും റീ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് സെൽഫ് ഫാമിംഗ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റെഫറൽ കമ്മീഷൻ നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലൂടെ നമ്മുടെ സിസ്റ്റത്തിൽ സെൽഫ് ഫാമിംഗ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു പേജാണ് വരിക. അവിടെ നമ്മുടെ പാസ്വേഡ് കൊടുത്ത് നമ്മൾ അകത്തേക്ക് കയറുക. അതിനുശേഷം നമുക്ക് വരുന്ന പേജ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഏറ്റവും താഴെ വലതുവശത്ത് ഡിസ്കവർ എന്ന് കാണാം, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്ന പേജ് ഇങ്ങനെയായിരിക്കും. ഏറ്റവും മുകളിൽ സെർച്ച് ഓർ എൻ്റർ ഡി ആപ്പ് URL എന്ന് കാണാം, ഏറ്റവും മുകളിൽ. അവിടെ സെർച്ച് ബാറിൻ്റെ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് വരുന്ന പേജ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ സിസ്റ്റത്തിൽ 2 ഡൊമൈൻ അഡ്രസ്സുകളാണുള്ളത്. ഒന്ന് ടോക്കൺ സ്റ്റേക്കിംഗ് IO, രണ്ടാമത്തേത് ടോക്കൺ ഫാമിംഗ് IO. ടോക്കൺ സ്റ്റേക്കിംഗ് IO എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്ന് വരുമ്പോൾ സീഡ് ഫണ്ടിങ് ചെയ്യുന്ന ഡൊമൈൻ നെയിമാണ് ടോക്കൺ സ്റ്റേക്കിംഗ് .io എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ്സായ ടോക്കൺ ഫാമിംഗ് IO എന്ന് പറയുന്ന ഡൊമൈനിലൂടെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ഏർലി ബേർഡ് ഓഫറും കോമ്പൗണ്ടിങ്ങും ആ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുള്ളത്. നമുക്കിവിടെ സെൽഫ് ഫാമിങ്ങിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ടോക്കൺ ഫാമിംഗ് IO എന്നാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ആദ്യം ഓപ്പൺ ചെയ്ത വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വരും. അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് സെർച്ച് ബാറിൽ പോയിട്ട് ടോക്കൺ ഫാമിംഗ് .io എന്ന് സെർച്ച് ചെയ്യുക. ടോക്കൺ ഫാമിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് അവിടെ വരിക. ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റോപ്പ് ആൻഡ് ഗോ ബാക്ക്, അതിൻ്റെ താഴെ പ്രൊസീഡ് എനിവേ എന്ന് കാണാം, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് വരിക. കണ്ടിന്യൂ, അതിന് നേരെ മുകളിൽ 2 ചെറിയ ഒരു ബോക്സ് കാണാം, അവിടെ ടിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഒരുപക്ഷെ ഇങ്ങനൊരു പേജായിരിക്കും. ദി പേജ് അറ്റ് ടോക്കൺ സ്റ്റേക്കിംഗ് .io കണക്ട് ടു BNB മെയിൻ നെറ്റ്വർക്ക്. അവിടെ ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോവുക. ഏറ്റവും മുകളിൽ ടോക്കൺ സ്റ്റേക്കിങ്ങിൻ്റെ നേരെ വലതുവശത്ത് ഒരു ചെറിയ 3 ഡോട്ട് കാണാം, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ നെറ്റ്വർക്ക് എത്തീറിയം എന്ന് കാണാം, അവിടെ ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ ഏറ്റവും മുകളിൽ BNB സ്മാർട്ട് ചെയിൻ എന്ന് കാണാം, അവിടെ ടച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് ചെയിനായ BNB സ്മാർട്ട് ചെയിനിലേക്ക് മാറിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കണക്റ്റ് വാലറ്റ്, ഇവിടെ ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് താഴെ കണക്റ്റ് വാലറ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് ഒരല്പം വൈകിയേക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. കണക്റ്റ് വാലറ്റ് ഒന്ന് കൊടുക്കുക.
അടുത്ത പേജ് ഇങ്ങനെയാണ് വരിക. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, വാലറ്റ് സ്റ്റാറ്റസ്, വാലറ്റ് സമ്മറി. അപ്പോൾ അതിനേറ്റവും മുകളിൽ PVC മെറ്റ എന്ന് കാണാം. അതിൻ്റെ വലതുവശത്ത് ഒരു 3 സ്മോൾ ലൈന് കാണാം, 3 ലൈന് കാണാം. അതിന് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID കാണാം. ഓക്കെ, അവിടെ ഏറ്റവും മുകളിൽ കാണുന്ന 3 വര ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണുന്നത് ഇങ്ങനൊരു ബോക്സ് ആയിരിക്കും. വാലറ്റ് ബോർഡ്, ഫാമിംഗ് സ്റ്റാറ്റസ്, റെഫറൽ സ്റ്റാറ്റസ്, റിവാർഡ് സ്റ്റാറ്റസ്, സീഡ് ഫണ്ടിങ് ആൻഡ് ലോഗൗട്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് സെൽഫ് ഫാമിംഗ് ചെയ്യുന്ന ആ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകേണ്ട പേജ് എന്ന് പറയുന്നത് റിവാർഡ് സ്റ്റാറ്റസ് ആണ്. അതായത് 1, 2, 3, 4ാമത്തെ ഓപ്ഷൻ റിവാർഡ് സ്റ്റാറ്റസ് ഒന്നവിടെ ടച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഓപ്പൺ ആവുന്ന അടുത്ത പേജ് എന്ന് പറയുന്നത് റിവാർഡ് സമ്മറി ആയിരിക്കും. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, റിവാർഡ് സമ്മറിക്ക് താഴെ റിവാർഡ് ഡീറ്റെയിൽസ് ഓർ റെഡീം റിവാർഡ്. ഈ റെഡീം റിവാർഡിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കടുത്ത പേജ് ഓപ്പൺ ആവുന്നത് ഇങ്ങനെയായിരിക്കും. ഫാമിംഗ് റിവാർഡ് സമ്മറി. അവിടെ നിങ്ങൾക്ക് കാണാം ടോക്കൺ ഫാമിംഗ് 1600, ടോക്കൺ റിവാർഡ് 563.35. അവിടെ റെഡീം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ശ്രദ്ധിക്കുക, റെഡീമിൻ്റെ താഴെ റെഡീം അവൈലബിൾ റിവാർഡ്, അതിന് താഴെ ശ്രദ്ധിക്കുക ചൂസ് റെഡീം ഓപ്ഷൻ, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ ആയിരിക്കും. ചൂസ് റെഡീം ഓപ്ഷൻ, ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ്, ടു ഗെറ്റ് PVC മെറ്റ ടോക്കൺ. നമുക്കിവിടെ ആവശ്യം ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക രണ്ടാമത്. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ്, അവിടെ ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പേജ് നിങ്ങൾക്ക് വരുന്നത് കാണാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സെൽഫ്, അതിന് താഴെ മാക്സിമം, ഇങ്ങനൊരു പേജാണ് വരിക. ഇവിടെയാണ് നിങ്ങൾ സെൽഫ് ഫാമിംഗ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സെൽഫ് ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ എൻ്റർ യൂസർ ID, അത് നിങ്ങളുടെ സ്വന്തം ID ആയിരിക്കും. അതൊന്ന് പരിശോധിക്കുക. അതിൻ്റെ താഴെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സെൽഫ് ഫാമിംഗ് ചെയ്യാനുള്ളത്. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്കവിടെ മാക്സിമം കൊടുക്കുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം കൊടുക്കുമ്പോൾ എത്രയാണ് വന്നത്, ഈ വാലറ്റിലുള്ള 500 USDT നമുക്ക് മാക്സിമം സെൽഫ് ഫാം ചെയ്യാം, അതായത് റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഞാൻ 500 സെൽഫ് ഫാമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ആ ഒരു ഓപ്ഷൻ കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു 400 USDT ആണ് സെൽഫ് ഫാമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ മാക്സിമം എന്ന് പറയുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 400 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം അതിൻ്റെ താഴെ സബ്മിറ്റ് എന്ന് നിങ്ങൾക്ക് കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ പ്രൊസീഡ് വിത്ത് ലോഗിൻ എന്ന് കാണാം. അതിന് താഴെ എൻ്റർ 6 ഡിജിറ്റ്, അവിടെ ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ 6 ഡിജിറ്റ് നമ്പർ പാസ്വേഡ് നൽകുക. അതിനുശേഷം സബ്മിറ്റ് നൽകുക.
ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. അവിടെ ടോട്ടൽ കോസ്റ്റ് എന്നതിൻ്റെ മുകളിൽ ഹൈ റിസ്ക് ട്രാൻസാക്ഷൻ അവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് വരും. സ്റ്റോപ്പ് ആൻഡ് ഗോ ബാക്ക്, അതിൻ്റെ താഴെ പ്രൊസീഡ് എനിവേ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. വീണ്ടും പഴയതുപോലെ നമുക്ക് കണ്ടിന്യൂ എന്നതിൻ്റെ മുകളിൽ 2 ചെറിയ ബോക്സ് കാണാം. അവിടെ ടിക്ക് നൽകുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്രൂവ് എന്ന് കാണാം. അവിടെ വീണ്ടും ടച്ച് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു പേജിലേക്ക് സിസ്റ്റം പോകും. നിങ്ങൾക്കിവിടെ കാണാം, ദി റിക്വസ്റ്റ് ടു റെഡീം ഫാമിംഗ് റിവാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. അവിടെ നിങ്ങൾ ഓക്കെ നൽകുക. അങ്ങനെ ഓക്കെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നേരെ താഴെ കാണാം 7 ആഗസ്റ്റ് 2025 ടൈം കാണാം. ടോക്കൺ ഫാമിംഗ് ചെയ്ത അക്കൗണ്ട് നമ്പർ കാണാം 92 16 71 54. നേരെ വലതുവശത്ത് റെഡ് മാർക്കിൽ -400 എന്ന് കാണാം. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ടിലുണ്ടായിരുന്ന 563.35 USDTയിൽ നിന്നും 400 USDT റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് നമ്മുടെ പേജ് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ PVC മെറ്റ എന്നതിൻ്റെ നേരെ വലതുവശത്ത് 3 വര കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഫാമിംഗ് സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോവുക. രണ്ടാമത്തെ ഓപ്ഷൻ ഫാമിംഗ് സ്റ്റാറ്റസ്. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ ഒന്ന് മനസ്സിലാക്കുക. ഫാമിംഗ് സമ്മറി, അവിടെ ഇടതുവശത്ത് 2800 എന്ന് കാണാം. അതായത് 2800 USDT. ഈ 2800 USDT നമുക്ക് നേരെ ഇരട്ടിയായി മാറുമ്പോഴേക്കും നമ്മുടെ ടോക്കൺ ഫാമിങ്ങിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് 2800 ഉണ്ട്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് 200% ആവില്ല. ഇവിടെ സാധാരണഗതിയിൽ ഒരു 100% ഫാമിംഗ് ചെയ്ത വ്യക്തിയാണെങ്കിൽ റഫറൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ 100 USDT എന്നുള്ളത് 200 USDT ആയിട്ട് പെട്ടെന്ന് മാറും. അതുകൊണ്ട് ഇത് നമ്മുടെ ബിസിനസ്സിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ച് ചെയ്തതിന് ശേഷം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വീണ്ടും ആ 3 വരയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം കാണുന്ന ലോഗൗട്ട് എന്ന് പറയുന്ന ഇവിടെ ഇങ്ങനെ ഏറ്റവും അവസാനം കാണുന്ന വാലറ്റ് ബോർഡ്, ഫാമിംഗ് സ്റ്റാറ്റസ്, റെഫറൽ സ്റ്റാറ്റസ്, റിവാർഡ് സ്റ്റാറ്റസ്, സീഡ് ഫണ്ടിങ് ആൻഡ് ലോഗൗട്ട്, അവിടെ ലോഗൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി, കണ്ണൂർ. താങ്ക് യു.